നിങ്ങൾക്കെല്ലാവർക്കും ഇബിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. അപ്പം സാധാരണ നമ്മൾ ചായയുടെ കൂടെയൊക്കെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള കുറേ സ്നാക്കുകൾ സാൻഡ്വിച്ചുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പകുതി ക്യാരറ്റ് എടുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. സവാളയും കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി. അപ്പോൾ തക്കാളിയുടെ അകത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയെടുത്ത് പുഴുങ്ങി അതിൻ്റെ മഞ്ഞ കരിവ് നീക്കിയതിന് ശേഷം അതും നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മയണൈസാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല ഫ്രഷ് മയണൈസാണ്. അതൊരു 3-4 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നൊക്കെ ഉള്ളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക. അതിലേക്ക് നമ്മൾ അരമുറി നാരങ്ങ നീരും 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് കറക്കി എടുക്കുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡിയാകും. കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിലും നമുക്ക് ഇച്ചിരി പുളി വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസാണിത്. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതി, മയണൈസിൽ കുറച്ച് ഉപ്പുള്ളതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രെഡ് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സായി വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിക്സിയിൽ നമ്മൾ ബ്രെഡ് മുക്കിയാണ് ബ്രെഡ് പൊരിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് പൊരിച്ചെടുക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഓരോ ബ്രെഡ് എടുത്ത് ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത് 2 സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ബട്ടർ തേച്ചതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് സാധാരണ 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ ചായ റെഡിയായി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇത്രയും സമയം മതി ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സോസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടൊമാറ്റോ സോസ് വേണേലും ചില്ലി സോസ് വേണേലും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡിലേക്ക് കുറച്ച് സോസ് തേച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പം ആ വെജിറ്റബിൾസും മുട്ടയും മയണൈസും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതും ഈ ബ്രെഡും എല്ലാം കൂടെ ഒരുമിച്ച്
ഇങ്ങനെ സാൻഡ്വിച്ചായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണിത്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്